നെറ്റ്ഫ്ലിക്സിന്റെ ലോകമെമ്പാടും തരംഗമായ സ്ട്രേഞ്ചർ തിങ് സീരീസിൽ നിരവധി ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങളുണ്ട്. ലെവൻ, മൈക്ക്, ഡസ്റ്റിൻ, മാക്സ്, വിൽ, ലൂക്കസ് തുടങ്ങിയ ബാലകഥാപാത്രങ്ങൾ കഥയുടെ ഹൃദയത്തിലാണെങ്കിലും അവരെക്കാൾ വിചിത്രമായി വളർച്ച കൈവരിക്കുന്ന ഒരാളുണ്ട്, സ്റ്റീവ് ഹാരിങ്ടൺ. തുടക്കത്തിൽ ഒരു സ്റ്റീരിയോടൈപ്പ് പോലെ തോന്നിയിരുന്ന സ്റ്റീവ് പിന്നീട് സ്ട്രേഞ്ചർ തിങ്സ് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇമോഷണൽ റെസ്പോൺസിബിൾ കഥാപാത്രങ്ങളിൽ ഒരാളായി മാറുന്നു. സ്റ്റീവിന്റെ കഥാപാത്ര വികാസം സ്ട്രേഞ്ചർ തിങ്സ് കാണുന്നവർക്ക് തന്നെ ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു. കാരണം സീസൺ 1 പരിചയപ്പെടുന്ന സ്റ്റീവ് നാൻസി വീലറിന്റെ പോപ്പുലർ ബോയ് ഫ്രണ്ടായി മാത്രമേ തോന്നൂ. സ്കൂളിലെ കൂൾ ഗൈ, അറഗൻസ് നിറഞ്ഞ ബുള്ളി സ്വഭാവമുള്ള ഒരു യുവാവ്. പക്ഷേ കഥ മുന്നോട്ട് പോകുന്നതിനോടൊപ്പം അവന്റെ ഉള്ളിലെ നല്ല വശം തെളിഞ്ഞു വരുന്നു. സ്ട്രേഞ്ചർ തിങ്സ് ആരാധകർ സ്റ്റീവിനെ ദ ബേബി സിറ്റർ ഓഫ് ഹോക്കിൻസ് എന്നും മോം സ്റ്റീവ് എന്നും വിളിക്കാറുണ്ട്. സീസൺ 1 സ്റ്റീവിന്റെ പ്രൈമറി ഇമേജ് ഒരു സെൽഫ് സെന്റഡ് ഹൈസ്കൂൾ ജാക്ക്. നാൻസി വീലറുമായുള്ള അവന്റെ പ്രണയം ടീനേജ് ഡ്രാമ പോലെ കാണിക്കുന്നു. ജോനാഥൻ ബയൻസിനെതിരെ ജലസി, ഈഗോ, പോപ്പുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡെസ്പറേറ്റ് ശ്രമം, ഇതൊക്കെ സ്റ്റീവിനെ ഒരു ടിപ്പിക്കൽ 80s മൂവി വില്ലൻ പോലെയാണ് തോന്നിക്കുന്നത്. പക്ഷേ സീസൺ 1 അവസാനം തന്നെ അവൻ വ്യൂവേഴ്സിനെ ഞെട്ടിക്കുന്നു. നാൻസിക്കും ജോനാഥനും ഡെമഗോർഗനെ നേരിടാൻ സ്റ്റീവ് സഹായിക്കുന്നു. പ്രിയപ്പെട്ട ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് മോൺസ്റ്ററിനെ നേരിടുന്ന സ്റ്റീവ് കവേർഡ് അല്ലെന്ന് തെളിയിക്കുന്നു. അവിടെ നിന്നാണ് സ്റ്റീവ് ഹാരിങ്ടൺ എന്ന കഥാപാത്രം വ്യൂവേഴ്സിന്റെ മനസ്സിൽ മറ്റൊരു ചിത്രം വരച്ചു തുടങ്ങുന്നത്. സീസൺ 2 സ്റ്റീവ് ഹാരിങ്ടന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നാൻസിയുമായുള്ള ബന്ധം സ്ലോലി ഡിസ്റ്റൻസ് ആകുന്നു. നാൻസി ജോനാഥനൊപ്പം ഇമോഷണലി സെറ്റിൽ ചെയ്യുന്നപ്പോൾ സ്റ്റീവ് തന്റെ വഴിയിലേക്ക് തിരിയുന്നു. ഇവിടെ വന്നിരിക്കുന്നു സ്റ്റീവ് ഡസ്റ്റിൻ ഫ്രണ്ട്ഷിപ്പ്. ഡസ്റ്റിനെ ഡെമഡോഗിനെ ഫീഡ് ചെയ്യാൻ സഹായിക്കുന്നത്, പിന്നെ മൈൻഡ് ഫ്ലയറിനെതിരെ ഗ്രൂപ്പ് ഓഫ് കിഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമാണ് സ്റ്റീവിനെ ആരാധകർക്ക് ബേബി സിറ്ററായി കാണാൻ കാരണമായത്. ഡസ്റ്റിൻ, ലൂക്കസ്, മൈക്ക്, മാക്സ് തുടങ്ങിയവരെ ലീഡ് ചെയ്യുന്നത്, അവരെ വീട്ടിൽ നിന്ന് വരെ സംരക്ഷിക്കുന്നത് സ്റ്റീവിന്റെ മെച്യൂരിറ്റിയും കൈൻഡ്നസും പുറത്തു കൊണ്ടുവരുന്നു. കൂൾ പോപ്പുലർ ബോയ് ആയിരുന്ന സ്റ്റീവ് സീസൺ 2 മുതൽ വ്യൂവേഴ്സിന്റെ കണ്ണിൽ പ്രൊട്ടക്ടർ ആൻഡ് കെയർ ഗീവറായി മാറുന്നു. സീസൺ 3 സ്റ്റീവ് ഡസ്റ്റിനെ കൊണ്ട് സ്കൂപ്സ് അഹോയ് ഐസ്ക്രീം പാർലറിൽ ജോലി ചെയ്യുന്ന കോമഡി ആംഗിൾ കൊണ്ടുവരുന്നു. ഡസ്റ്റിൻ സ്റ്റീവ് കെമിസ്ട്രി റോബിൻ ബക്ലിയുമായി ചേർന്നുണ്ടാക്കിയ ഹിലേറിയസ് ട്രയോ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 3 ഏറ്റവും എന്റർടൈനിങ് ഭാഗമാണ്. റോബിനെ സ്റ്റീവ് ഇനിഷ്യലി ക്രഷായി കാണുന്നു. പക്ഷെ റോബിൻ തന്റെ സെക്ഷുവാലിറ്റി തുറന്നു പറയുന്ന സീൻ സ്ട്രേഞ്ചർ തിങ്സ് ചരിത്രത്തിലെ ഏറ്റവും ഇമോഷണലും പ്യുവറുമായ ബോണ്ടിങ് മൊമെന്റ് ആണ്. സ്റ്റീവ് അവളെ ഒരു ട്രൂ ഫ്രണ്ടായി സ്വീകരിക്കുന്നു. ഇതിലൂടെ സ്റ്റീവിന് ട്രൂ ലവ് കിട്ടത്തില്ലെങ്കിലും ട്രൂ കമ്പാനിയൻഷിപ്പ് കിട്ടുന്നു. സ്റ്റീവ് ഡസ്റ്റിൻ ഡ്യൂ സീസൺ 3 കൂടി വളരുന്നു. ഡസ്റ്റിന്റെ ഗേൾഫ്രണ്ട് സൂസിയെക്കുറിച്ചുള്ള ഡൗട്ട്സ്, സ്റ്റോട്ട്കോട്ട് മാൽ അഡ്വഞ്ചർ, മൈൻഡ് ഫ്ലെയർ ഫൈറ്റ് എല്ലായിടത്തും സ്റ്റീവ് ഡസ്റ്റിന്റെ എൽഡർ ബ്രദർ ഫിഗറായി നിന്നു. സീസൺ 4 സ്റ്റീവിന്റെ പ്രാധാന്യം അല്പം കൂടി ഉയർന്നു. നാൻസിയുമായുള്ള അൺറിസോൾവ് ഫീലിംഗ്സ്, റോബിനുമായുള്ള ഫ്രണ്ട്ഷിപ്പ്, ഡസ്റ്റിൻ, മാക്സ്, ലൂക്കസ്, എറിക്ക എന്നിവരെ രക്ഷിക്കാനുള്ള ഡെസ്പറേറ്റ് ശ്രമം, സ്റ്റീവ് സ്ട്രേഞ്ചർ തിങ്സ് യൂണിവേഴ്സിൽ മെച്യൂർ ലീഡറായി വ്യൂവേഴ്സിനെ കീഴടക്കി. വെഗ്നയോട് പോരാടുന്ന ഗ്രൂപ്പിൽ സ്റ്റീവ് ഫ്രണ്ട് ലൈൻ ഫൈറ്റർ ആകുന്നു. അപ്സൈഡ് ഡൗണിൽ ഡ്രൈവിംഗ് സീൻസ്, ബാറ്റ്സ് ആക്രമിക്കാൻ വരുമ്പോൾ തന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുന്ന സ്റ്റീവ് അവന്റെ കഥാപാത്രത്തെ ഹീറോ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. അവസാന എപ്പിസോഡുകളിൽ നാൻസിയും സ്റ്റീവും തമ്മിലുള്ള സൈലന്റ് റീകൈലിംഗ് വ്യൂവേഴ്സിനെ നോസ്റ്റാൾജിക് ആക്കി. സ്റ്റീവ് തന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന സീൻ അത് അവന്റെ മെച്യൂർഡ് ഔട്ട്ലുക്കിനെ കാണിച്ചു തരുന്നു. സ്ട്രേഞ്ചർ തിങ്സിലെ സ്റ്റീവിന്റെ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് അവനെ ആരാധകരുടെ പ്രിയപ്പെട്ട കഥാപാത്രമാക്കുന്നത്. 80s ടീൻ ഡ്രാമയിലെ സൈഡ് ക്യാരക്ടറായി തുടങ്ങിയത് സ്ട്രേഞ്ചർ തിങ്സ് ലോകത്തിലെ ഏറ്റവും ഇമോഷണൽ എന്റർടൈനിങ് ബിലവഡ് ഫിഗറായി വളരുന്നു. നെറ്റ്ഫ്ലിക്സ് ഫോറംസ്, ഫാൻ പേജസ്, റീഎഡിറ്റ് ഡിസ്കഷൻസ് എല്ലായിടത്തും സ്റ്റീവിനെ ബെസ്റ്റ് ക്യാരക്ടർ ആർക്ക് എന്ന് വിളിക്കുന്നു. അവന്റെ ഇംപെർഫെക്ഷൻസ് വ്യൂവേഴ്സിനെ റിയലായി കണക്ട് ചെയ്യുന്നു. സ്റ്റീവ് ഹാരിങ്ടൺ സ്ട്രേഞ്ചർ തിങ്സിൽ അൺഎക്സ്പെക്റ്റഡ് ഹീറോ ആണ്. തുടക്കത്തിൽ വ്യൂവേഴ്സ് ഹെയ്റ്റ് ചെയ്തിരുന്ന കഥാപാത്രം പിന്നീട് എല്ലാവരും ലവ് ചെയ്യുന്നതായി മാറി. ക്യാരക്ടർ റൈറ്റിംഗ്, ജോ കേരിയുടെ പെർഫോമൻസ്, ഡസ്റ്റിൻ സ്റ്റീവ് ബോണ്ടിങ് എല്ലാം കൂടി സ്ട്രേഞ്ചർ തിങ്സിലെ ഏറ്റവും മനോഹരമായ ഒരു കഥാപാത്ര വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. സ്റ്റീവ് ഹോക്കിൻസിന്റെ അൺഒഫീഷ്യൽ ഗാർഡിയൻ ഏഞ്ചൽ. അതുകൊണ്ടാണ് സ്ട്രേഞ്ചർ തിങ്സ് ആരാധകർ ഒരുമിച്ച് പറയുന്നത്, വിതൗട്ട് സ്റ്റീവ് ഹാരിങ്ടൺ സ്ട്രേഞ്ചർ തിങ്സ് വുഡന്റ് ബി ദ സെയിം. സ്ട്രേഞ്ചർ തിങ്സ് സീരീസിൽ സ്റ്റീവ് ഹാരിങ്ടൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോ കേരിയുടെ പ്രകടനം സീരീസിന്റെ വലിയ ഹൈലൈറ്റുകളിൽ ഒന്നാണ്. ആദ്യ സീസണിൽ ഒരു സെൽഫിഷ് ഹൈസ്കൂൾ ജാക്കായി മാത്രം തോന്നിയ സ്റ്റീവ് പിന്നീട് ഡസ്റ്റിൻ, റോബിൻ, നാൻസി എന്നിവർക്കൊപ്പം മാറി മാറി വരുന്ന ബന്ധങ്ങളിൽ നിന്ന് ഒരുപാട് വളർന്ന് സെൽഫ്ലെസ് പ്രൊട്ടക്ടറായി വളരുന്നു. ഈ ട്രാൻസ്ഫോർമേഷൻ
വിശ്വസനീയവും പ്രേക്ഷകർക്ക് പ്രിയങ്കരവുമാക്കിയത് മുഴുവൻ ജോ കീരിയുടെ പ്രകടനമാണ്. അരഗൻസ് നിറഞ്ഞ ടീനേജ് ബോഡി ലാംഗ്വേജ് മുതൽ ഡസ്റ്റിനോടുള്ള കോമിക് ടൈമിംഗ് വരെ, റോബിൻ തന്റെ സെക്ഷുവാലിറ്റി തുറന്നു പറയുന്ന സമയത്തെ അക്സെപ്റ്റൻസ് ലുക്ക് മുതൽ അപ്സൈഡ് ഡൗണിലെ ആക്ഷൻ സീക്വൻസസ് വരെ, ജോ കീരി സ്റ്റീവിനെ ഒരു മൾട്ടി ഡയമെൻഷണൽ കഥാപാത്രമായി ജീവിപ്പിച്ചു. അതുകൊണ്ടാണ് ആരാധകർ സ്റ്റീവിനെ സ്ട്രേഞ്ചർ തിങ്സിലെ ഫാൻ ഫേവറേറ്റ് കഥാപാത്രമെന്ന് വിളിക്കുകയും ജോ കീരിയെ സീരീസിലെ ഏറ്റവും മികച്ച പെർഫോമറിൽ ഒരാളായി കരുതുകയും ചെയ്യുന്നത്. സീസൺ 5-ൽ സ്റ്റീവ് ഹാരിങ്ടൺ ആയിട്ടുള്ള ജോ കീരിയുടെ പ്രകടനത്തിനാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്.